ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നൊരു RC റിലേറ്റഡ് ആയിട്ടുള്ളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ RC വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സാധനമൊക്കെ ആയിട്ട് എത്തിയില്ലേ? എങ്ങനെയുണ്ട്? അതാണ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റ് നമുക്ക് സാധനം കൈ കിട്ടിയിട്ട് കാര്യം പറഞ്ഞ 1 മണിക്കൂറായി. അതാണ്. പക്ഷേ പൊട്ടിച്ച് നോക്കാനുള്ള ഒരു സെറ്റപ്പ് നോക്കാനുള്ള ഒരു സെറ്റപ്പ് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്ട്രായിട്ടൊന്ന് കുറഞ്ഞാലും അങ്ങനെ ഫൈനലി നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വന്ന് ചേർന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. പക്ഷേ സംഭവം എന്തായാലും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ നൈസായിട്ട് പെട്ടിയൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. സംഭവം ഉണ്ടോ ഇല്ലയോ, ഇനി അതോ കല്ല് വല്ലതും ആണോ കയറ്റി വിട്ടേക്കണേ എന്നൊക്കെ ഒന്ന് അറിയണല്ലോ. കാരണം നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ സാധനം എന്തായാലും സേഫായിട്ട് എത്തിയിട്ടുണ്ട്. വേറെ കേടുപാടുകളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് ഇത് നമ്മുടെ ഈ സൈഡിൽ നിന്ന് തുറക്കുമ്പോൾ തന്നെ റിമോട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് എടുത്ത് നോക്കാം. ഇതാണ് റിമോട്ട്. നമ്മുടെ ട്രാക്സിൻ്റെ സെയിം സെറ്റപ്പിൽ തന്നെ ഉണ്ടോ കൊടുത്തേക്കുന്നത്. അടിപൊളി സാധനം ഉണ്ടോ. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏതായാലും ജസ്റ്റ് ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ സൈഡിൽ തന്നെ ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബാറ്ററി വരുന്നത്. ബാറ്ററിയുടെ പവർ എന്ന് പറഞ്ഞാൽ 3000 mAh ബാറ്ററി കേട്ടോ. അപ്പോൾ ഈ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനോട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇതിൽ നമുക്ക് ഈ ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ബാറ്ററി കിട്ടില്ല എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും അതൊരു ടെൻഷൻ തന്നെ ഉണ്ടായിരുന്നു. സംഭവം എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് വലിയ കുഴപ്പമൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഇനി വേറെ ഒന്നുമില്ല കേട്ടോ. നമുക്കിനി ഇപ്പുറ സൈഡിൽ നിന്ന് വണ്ടി ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് വണ്ടി അങ്ങ് തുറന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അതെ, തുറക്കുമ്പോൾ തന്നെ അതേ സ്റ്റെപ്പിന് നമുക്കിവിടെ കാണാം കേട്ടോ. പെട്ടി പയ്യെ നിൽക്കാം. ഓക്കെ, നമ്മുടെ വണ്ടി ഇങ്ങനെ ഇരിപ്പ് കണ്ടോ. എൻ്റെ പൊന്നെ, നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഇതിൻ്റെ യഥാർത്ഥ സൈസും വെയിറ്റും എല്ലാം നോക്കുന്നെങ്കിൽ എൻ്റെ പൊന്നു മോനെ, ഈ സാധനം നമ്മൾ ഒരിക്കലും വീഡിയോയിലോ ഫോട്ടോയിലോ കണ്ടതിൻ്റെ യഥാർത്ഥ സൈസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അടിപൊളി സാധനമാണ്. ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഇപ്പം നമ്മൾ അവിടെ നിന്ന് മേടിച്ചെങ്കിൽ പോലും പ്രൊഡക്റ്റ് നല്ല സേഫായിട്ട് തന്നെ നമുക്ക് കിട്ടിയപ്പോൾ ഇത് നേരിട്ട് തന്നെ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു സൈസ് ആക്ച്വലി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ പുറത്തുള്ള ഈ കവർ വഴിയെന്ന് പൊളിക്കാം. ഇതിൽ ഒട്ടിച്ചിട്ട് വിൽക്കും കേട്ടോ. പ്രൊഡക്റ്റ് കേടുപാടൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ മിററൊക്കെ ഉണ്ട്. മിററൊക്കെ നമുക്കത് ഫോൾഡ് ചെയ്ത് തുറന്ന് വെക്കാം കേട്ടോ. ഫോൾഡ് ചെയ്യാൻ തുറക്കാകത്ത് ശരിക്കും മിറർ കാണാം കേട്ടോ. ഇത് മിററൊക്കെ ഉണ്ട് കേട്ടോ. ടയറൊക്കെ നോക്കി, ടയറൊക്കെ നല്ല അടിപൊളി ടയറാണ്. പിന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ വന്നത് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇൻബിൽഡായിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഡെമ്മി വിഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഹുക്കും ഉണ്ട്. അപ്പോൾ ഹെവിയാണ്. നമുക്ക് കിട്ടിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുതായിട്ടൊരു പെയിൻറ്റിൻ്റെ ഒരു സ്ക്രാച്ച് ഈ മൂലയ്ക്ക് ഈ കോർണറിൽ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു കോർണറിൽ ചെറിയൊരു പെയിൻറ്റിൻ്റെ ഡാമേജ് ഉണ്ട്. അത് നമുക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം സംഭവം ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് വേറെ പ്രൊഡക്റ്റ് ഡാമേജും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അതിപ്പോൾ നമുക്ക് എക്സ്ക്യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാക്കി പിന്നെ ഉള്ളത് ഇതേ ഒരു കവറാട്ടോ. ഇതിനകത്ത് സംഭവം കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ കേട്ടോ. വണ്ടിയുടെ യൂസർ മാനുവൽ അതൊക്കെയാണുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും കേട്ടോ. USB ചാർജറും ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് ബാറ്ററി ഇടുക, കണക്ട് ചെയ്യുക, പിന്നെ വണ്ടി നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഈ ബാറ്ററി നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്.
ബാറ്ററിയുടെ വയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് നമ്മുടെ ESC കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് മോട്ടർ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ബ്രഷ്ഡ് ആയിട്ടുള്ള മോട്ടറാട്ടോ വരുന്നത്. പിന്നെ ഇതാട്ടോ നമ്മുടെ RC റിസീവറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം പോയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ. നമ്മുടെ ഈ RC 1/10 സ്കെയിൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന RC കാറാട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സൈസ് ഉള്ളതുകൊണ്ട് തന്നെയും നമുക്ക് ഈ വണ്ടി ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വാങ്ങുന്നതിന് നല്ലൊരു ഷിപ്പിംഗ് കോസ്റ്റും അതുപോലെ തന്നെ ഒരു കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്തരം വണ്ടികളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ടും കൂടെ കരുതിയിട്ട് തന്നെ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇന്ത്യയിലേക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏകദേശം നമുക്ക് ഈ വണ്ടി ഇവിടെ എത്തിച്ചതിൻ്റെ എല്ലാം കൂടെ ഒരു കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് ഷിപ്പിങ് കസ്റ്റംസ് അടക്കം നമുക്ക് ഏകദേശം ഒരു 33,000 അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും രൂപ കൊടുത്ത് ഈ വണ്ടി വാങ്ങാനുള്ളൊരു വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം 1/10 സ്കെയിലിൻ്റെ ഒരു വണ്ടി ഈ ടൈപ്പ് ഒരു ഓഫ് റോഡർ വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ, ഓഫ് റോഡ് ക്രോളർ എന്ന് പറയും, ആ ടൈപ്പ് വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു റേറ്റൊക്കെ വരും. അതിപ്പോൾ എങ്ങനെയൊക്കെ വാങ്ങിച്ചാലും ഒരു 30 രൂപ 32 രൂപ 40 രൂപ റേഞ്ച് വരെയൊക്കെ ഈ ഒരു കാറ്റഗറി വണ്ടികൾക്ക് റേറ്റ് വരുന്നുണ്ട്. അതായത് ഈ 1/10 എന്ന് പറഞ്ഞൊരു സ്കെയിൽ എന്ന് പറഞ്ഞ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കാറ്റഗറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള വണ്ടികളൊക്കെ വാങ്ങുമ്പോൾ ഈ എന്തായാലും ഒരു 30-40 ഇടയ്ക്ക് റേറ്റ് നിങ്ങൾക്ക് എങ്ങനെ വാങ്ങിച്ചാലും വരും. അതിപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് വാങ്ങിച്ചാലും വരും, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും വരും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് കസ്റ്റംസ് അടയ്ക്കാണ്ടൊക്കെ കിട്ടണം. അങ്ങനെ കിട്ടണ പ്രൊഡക്റ്റ് വളരെ റെയറായിരിക്കും. അങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോസ്റ്റെങ്കിലും കുറഞ്ഞ് കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് ഡയറക്റ്റ് പർച്ചേസാണ്. സെല്ലറുടെ നിന്ന് വാങ്ങിച്ച് നമ്മളതിൻ്റെ കസ്റ്റംസ് എല്ലാം ബെയർ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഷിപ്പിംഗ് അടക്കമുള്ള റേറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കോസ്റ്റ് നമുക്ക് വന്നത് കേട്ടോ. പക്ഷേ ആ കോസ്റ്റിൻ്റെ മുടക്കി തന്നെ വാല്യൂ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് താനും. കാരണം നമ്മൾ ശരിക്കും 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം പക്കയാട്ടോ. കാരണം നമ്മളിപ്പോൾ ഓഫ് റോഡൊന്നും അടിച്ചു നോക്കിയില്ല, എങ്കിൽ പോലും നമ്മളൊരു കിട്ടിയ ഒരു ടെറൈനിലൊക്കെ അത്യാവശ്യം നമ്മളെല്ലാ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. ഷോക്കിൻ്റെ ആ ഒരു ആക്ഷനൊക്കെ ആണെങ്കിലും പക്കയാണ്. ഓയിൽ ഫിൽഡ് ഷോക്കൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് RC റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കമൻ്റ് ഇടുക. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.